ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് ഫേസൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെ, അതായത് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫേസൊക്കെ ഫുള്ള് നല്ല ഡള്ളായി ടാനൊക്കെ അടിച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്ന് ആലോചിക്കുമായിരുന്നു. അപ്പം ഞാനൊരു പപ്പായ ഫേഷ്യൽ ചെയ്തായിരുന്നു. പപ്പായ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമുണ്ട്. പപ്പായ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ, പിന്നെ അതുപോലെ ഡാർക്ക് സ്പോട്ട്സ്, ടാൻ, പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അങ്ങനെ നമ്മളുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസ് എല്ലാത്തിനും നല്ലൊരു ഗ്ലോ തരുന്ന സംഭവമാണ് പപ്പായ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കണ്ട, അപ്പോൾ തേൻ ആഡ് ചെയ്തു പപ്പായയിൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് മഞ്ഞൾ അലർജി ഇല്ലാത്തവരാണെങ്കിൽ 1 സ്പൂൺ മഞ്ഞൾ ചേർക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാല് ചേർക്കാം, 1 സ്പൂൺ പാല്. പിന്നെ ചേർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്സ് ചേർക്കാം കേട്ടോ. അല്ലാത്തവർ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ, എൻ്റെ ഇപ്പോൾ ഓയിലി സ്കിന്നാണ്, അപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് മുഖത്തിടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഏതാണോ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് തന്നെ വാഷ് ചെയ്താൽ മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാമാർത്തിൻ്റെ അർബൻ ഫേസ് വാഷാണ്. അപ്പോൾ കുറേ നാളെ ഞാൻ തന്നെ സ്ഥിരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്ക്രബും കൂടി കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം, ഇത് സ്ക്രബ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രബും കൂടി കൂടിയിട്ടുള്ളതുകൊണ്ട് നമ്മളുടെ ഫേസിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് പോകട്ടെ. ഞാനിപ്പോൾ ഒരുപാട് നാളുകൾ ഉപയോഗിക്കുന്നതാണ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഫേസ് ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷമാണ് കേട്ടോ വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോർമലി വാഷ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണേ. ഈ ഒരു ഫേസ് വാഷ് കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും. ഫേസ് നന്നായിട്ടൊരു ഗ്ലോ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ഫേസിൽ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് എപ്പോഴും ക്ലെൻസിങ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മിക്കപ്പോഴും ഞാൻ പാൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ക്ലെൻസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിതുപോലെ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാണ്. നമ്മൾ എന്ത് പാക്ക് ഇടുമ്പോഴും അത് കഴുത്തിലും കൂടി ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പാല് നല്ല ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു മസാജും കൂടി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒരു ചെറുതായിട്ടൊരു മസാജ് കൊടുക്കണേ. അപ്പം ഇനി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അധികം ഹാർഡായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കവിളിലൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ പപ്പായ ഫേഷ്യലിൽ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫേസ് പാക്ക് ഇടാം. ഞാനിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം നല്ല ഫൈനായിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം ഒക്കെ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫേസിൽ ചെയ്യുമ്പോൾ നെക്കിലും കൂടി ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലോ നമ്മൾ ഫേസിലും നെക്കിലും 2 കളറായിട്ടുള്ള ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു പാക്ക് ഇടുമ്പോഴായാൽ പോലും നെക്കിലും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിപ്പം നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്കത് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന തേൻ നമുക്ക് സ്കിന്നിൻ്റെ മോയ്സ്ചറൈസ്, പിന്നെ അതുപോലെ തിളക്കം കൂട്ടാനും നമ്മളുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാൻ തേൻ ഒരുപാട് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പാല് ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ മഞ്ഞളുടെ ഗുണങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മഞ്ഞൾ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല കളറും തിളക്കമൊക്കെ കിട്ടാനും ബ്രൈറ്റനിങ് ആവാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മഞ്ഞൾ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാനും പറ്റും.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫേസിൽ മാത്രമല്ല കേട്ടോ, കഴുത്തിലും കഴുത്തിൻ്റെ ബാക്കിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ലോണം ഉണങ്ങേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ നിന്നാൽ മതി. അപ്പോൾ ഏകദേശം അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഫേസായിട്ട് അബ്സോർബായി ഒന്ന് ഉണങ്ങി വരുമ്പോൾ തന്നെ നമ്മളത് വെള്ളം സ്പ്രേ ചെയ്തിട്ടോ എന്നിട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ. നന്നായിട്ട് മസാജ് കൊടുക്കണം കേട്ടോ, നല്ല രീതിയിൽ സർക്കിൾ പോർഷനിൽ നല്ല മസാജ് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അത് ഫേസൊക്കെ നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, നമുക്കൊരു നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട്, ഫേസ് കണ്ട ഒരു തിളക്കം വന്നിട്ടില്ലേ. അപ്പോൾ നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ടുള്ള റിസൾട്ട് അല്ല കേട്ടോ, നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഒരു 3 to 4 വീക്സ് എടുക്കും ഏതൊരു സംഭവവും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടാൻ. അപ്പോൾ ഇത് എല്ലാ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്തിട്ട് റിസൾട്ട് ഇല്ലയെന്ന് വെച്ചാൽ നിർത്തരുത്, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഒരു 3 to 4 months ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഷുവറായിട്ട് നിങ്ങളത് ചെയ്ത് നോക്കാം കേട്ടോ, റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.